ഹായ് ഫ്രണ്ട്സ്, AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിഷമിച്ചു നിൽക്കുന്ന നിത്യയോട് കാര്യം എന്തെന്ന് തിരക്കുകയാണ് ഹരി. ടീച്ചറിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒരു സങ്കടമുണ്ടെന്ന്. ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. വേറെയൊന്നുമല്ല, അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, എന്നോടുള്ള പിണക്കം കൊണ്ടാണ് എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, ടീച്ചർ കല്യാണത്തിന് സമ്മതിച്ചില്ല, അതുകൊണ്ടാണെന്ന്. അമ്മ പറഞ്ഞോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്തിനാ അമ്മ പറയുന്നത്? ഇതേ അവസ്ഥയിലാണ് ഞാനും. അവിടെയും അമ്മാവൻ പട്ടിണി സമരം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് ആണെന്ന് പറയുന്നു. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അമ്മയുടെ നിർബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിത്യ. ടീച്ചർ അമ്മയോട് സംസാരിക്കുന്നത് സൗമ്യമായിട്ടല്ലേ? ഞാൻ അമ്മാവനോട് സംസാരിക്കുന്നത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ദേഷ്യം കാണിച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. എങ്കിലും തിരിച്ചു വരുമ്പോൾ അമ്മാവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കാര്യം ചോദിക്കുകയും ചെയ്യും. നിത്യ പറയുന്നു, അമ്മ എന്നോട് അങ്ങനെയൊന്നും പിണങ്ങാറില്ല. വേറെ ആരോടെങ്കിലും പിണങ്ങി ഭക്ഷണത്തിന് മുന്നിൽ മാറിയിരുന്നാലും ഞാൻ ഭക്ഷണം എടുത്ത് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലും. പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ വാ തുറന്നോളും. എന്നിട്ടിപ്പോൾ ഞാൻ കാരണം തന്നെ എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിത്യ സങ്കടത്തോടെ പറയുമ്പോൾ ഹരി പറയുന്നു, എന്റെ അവസ്ഥയും അതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ അമ്മാവനോട് എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുന്നുണ്ടാവുമെന്ന്. ഈ പന്തൊക്കെ തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ആ മനുഷ്യൻ എന്റെ ദൈവമാണ്. നിസ്സാരം ഒരു കാര്യം പോലും അമ്മാവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാതെ ഞാൻ ചെയ്യാറില്ല. ഒരു നേരം ആ മനുഷ്യൻ വിഷമിച്ചിരുന്നാൽ അതിലും വലിയ പാപം ഞാൻ ചെയ്യാനില്ല. നിത്യ പറയുന്നു, അമ്മയുടെ മുന്നിലേക്ക് ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ സാധിക്കില്ല. പറഞ്ഞുകൊണ്ട് ചെന്നാൽ തന്നെ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് നിത്യ പറയുന്നു. ഇത് കേട്ട് ഹരി പറയുന്നു, ടീച്ചറെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മാവനെ ടീച്ചർ ഭക്ഷണം കഴിപ്പിക്കണം. അതൊരു നല്ല ഐഡിയ ആണല്ലോ. പക്ഷെ അത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്ന് നിത്യ. അമ്മയുടെ കാര്യം ടീച്ചർ എനിക്ക് വിട്ടേക്ക്, എനിക്ക് ആ ധൈര്യമുണ്ടെന്ന് ഹരി. ഇന്ന് ഞാൻ സുജാതയുടെ മോനും ടീച്ചർ രാമകൃഷ്ണന്റെ മോളും, ഓക്കെ? അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്തു, അതും സന്തോഷത്തോടെ. ഈ സമയം അമ്മാവൻ അവിടെ ടേബിളിന്റെ അരികിൽ തന്നെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. ഹരി അവിടേക്ക് വരുമ്പോൾ വളരെ ക്ഷീണിതനായി കിടക്കുന്നത് പോലെ അഭിനയിക്കുന്നു. മൈൻഡ് ചെയ്യാത്ത മട്ടിൽ ഹരി അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മാവനെ നോക്കുന്നുണ്ട്. അമ്മാവന് വയ്യല്ലേ? ഞാൻ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ പറയുന്നു. എന്നിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് വെക്കുകയാണ്. എന്നെ കഴിപ്പിക്കാനുള്ള പരിപാടിയാണ്, ഞാൻ തോറ്റു കൊടുക്കില്ല, കൊണ്ടുവന്ന് കൺമുന്നിൽ വെക്കട്ടെ, ഞാൻ കഴിക്കില്ല എന്നൊക്കെ അമ്മാവൻ പറയുന്നു. അവിടെയുള്ള കറികളും ചോറും എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ ഹരി പുറത്തേക്ക് പോവുകയാണ്. അയ്യോ, ഇവൻ ചോറെടുത്തുകൊണ്ട് എങ്ങോട്ടാ ഈ പോകുന്നത് എന്ന് അമ്മാവൻ ഇങ്ങനെ പറയുന്നു. അമ്മാവൻ ഹരി പോയ സമയം അടുക്കളയിൽ പോയി നോക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ അവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒരു പാത്രത്തിലും ഒന്നുമില്ല. ഇതിലിരുന്ന് മെഴുക്കുപുരട്ടിയും കൊണ്ടുപോയോ? ശോ, ഇതെവിടെ കൊണ്ടുപോയി എന്നൊക്കെ അമ്മാവൻ പറയുന്നു. എന്നാൽ ഭക്ഷണം നേരെ കൊണ്ടുവന്നിരിക്കുന്നത് സുജാതയുടെ മുന്നിലേക്കാണ്. എന്താ ഇത്, ആഹാരമൊക്കെ ആയിട്ട് എന്ന് സുജാത ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ഈ വയസ്സാകും തോറും അമ്മാവന്റെ കുറുമ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആന്റിക്ക് അറിയാലോ, വീട്ടിൽ പാചകം ചെയ്യുന്നത് ഞാനാണ്. ഒരുവിധം കുഴപ്പമില്ലാതെ ഞാൻ കഞ്ഞിയും കറിയും വെക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്ത് വെച്ചാലും അമ്മാവന് പിടിക്കില്ല. ദേ ഇപ്പോൾ വഴക്കുണ്ടാക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ, അത് വായി വെക്കാൻ പറ്റില്ലെന്ന് അമ്മാവൻ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ വഴക്ക് പതിവാണല്ലോ, നിങ്ങൾ അമ്മാവനും മോനും ഒന്നും അല്ലല്ലോ, കൂട്ടുകാരെ പോലെയല്ലേ എന്ന് സുജാത. അതാണ്, പക്ഷെ ആക്ഷേപിക്കുന്നതിനും ഒരു പരിധിയില്ലേ? എന്നോട് പറയുവാണ്, നീ ഉണ്ടാക്കി ഈ ഭക്ഷണം കഴിച്ച് ലോകത്തിലെ ആരെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ അമ്മാവൻ കേൾക്കാമെന്ന്. എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട്, പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണം, പിന്നെ അതൊന്നുമല്ലാതെ അടുക്കളക്കാര്യവും. കേൾക്കുമ്പോൾ സങ്കടം തോന്നില്ലേ ആന്റി എന്നൊക്കെ ഹരി. ഇതിപ്പോൾ ചില മരുമക്കൾ അമ്മായിയമ്മയെ കുറിച്ച് പറയുന്നത് പോലെ ആയല്ലോ എന്ന് സുജാത. അതെ, അത് തന്നെയാ. അപ്പോ പിന്നെ എനിക്കും വാശിയായി. ഭക്ഷണത്തിന്റെ രുചി മര്യാദയ്ക്ക് അറിയാവുന്ന ഒരാൾക്ക് വിളമ്പി കൊടുക്കാമല്ലോ എന്ന് ഹരി. എന്നാൽ ഇതേ സമയം അമ്മാവന്റെ മുന്നിലേക്ക് നിത്യം വരുന്നു. അങ്കിളെ അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് ആണ് വരുന്നത്. അവശനായ നിലയിൽ അങ്ങോട്ട് പോവുകയാണ് അമ്മാവൻ. കുറച്ചുകൂടി അഭിനയിക്കുന്നു. ആ, പത്മമോളോ എന്ന് ചോദിക്കുന്നു. അങ്കിളിന് ഇത് എന്തു പറ്റി? മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് നിത്യ. പ്രായമായി വരികയല്ലേ മോളെ, ക്ഷീണമൊക്കെ കാണും എന്ന് അമ്മാവൻ. അങ്കിളിന് ഇങ്ങനെ കാണാൻ ഒരു സുഖവുമില്ല. അങ്കിൾ അങ്ങനെ കുളിച്ച് കുട്ടപ്പനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു തറവാട്ട് കാരണവന്റെ ഗമയാണ്. അങ്കിൾ ഭക്ഷണം കഴിച്ചോ എന്നും നിത്യ ചോദിക്കുന്നു. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് അമ്മാവൻ. അയ്യോ, എന്തു പറ്റിയെന്ന് നിത്യ ചോദിക്കുന്നു. മോളെ, എനിക്കിവിടെ വിളമ്പിത്തരാൻ ആരും ഇല്ലല്ലോ. ദേ അവനുണ്ടല്ലോ, അവൻ. ഞാൻ കഴിച്ചോ ഇല്ലയോ എന്ന് അറിയുക പോലും വേണ്ട. കഴിക്കാനിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരൊറ്റ ഇറങ്ങിപ്പോക്കാണ്. എന്നെ തോൽപ്പിച്ചല്ലേ പറ്റൂ എന്നൊക്കെ അമ്മാവൻ പറഞ്ഞ് വിഷമത്തോടെ ഇരിക്കുന്നു. സത്യത്തിൽ അങ്കിളിന് വിശക്കുന്നുണ്ടോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു,
അതിനിവിടെ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന്. അതിനെന്താ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് നിത്യ പറയുന്നു. എനിക്കൊന്നും വേണ്ടെന്ന് അമ്മാവൻ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്ക് എന്ന് നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവിടെ മീനുണ്ടോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, മീൻ ഇവിടെ രാവിലെ കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, പച്ചയ്ക്ക് തിന്നാൻ പറ്റുമോ എന്നൊക്കെ അമ്മാവൻ. ആര് പറഞ്ഞു പച്ചയ്ക്ക് കഴിക്കണമെന്ന്? ഒരു 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ വൃത്തിയാക്കി എടുക്കാമെന്ന് നിത്യ പറയുന്നു. എന്നിട്ട് നല്ല മുളകിട്ട് മീൻകറി വെക്കാമെന്ന് പറയുന്നു. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒരു കുഴമ്പുണ്ടാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അമ്മാവന്റെ നാവിൽ വെള്ളം മൂർന്നു. എന്നിട്ട് കുടംപുളി ചേർത്ത് അങ്ങോട്ടിടണം എന്നൊക്കെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, മോളെ കുടംപുളിയാണ് നല്ലത്, നല്ല സ്വാദായിരിക്കും. എന്നിട്ട് അത് തിളച്ചു വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഉപ്പും മുളകും പുളിയും ഒക്കെ കൃത്യമാണെങ്കിലുണ്ടല്ലോ ഒരാൾക്ക് ഒറ്റപ്പാത്രം ചോറ് ഒറ്റയടിക്ക് കഴിക്കാമെന്നും പറയുന്നുണ്ട് നിത്യ. അങ്ങനെ അമ്മാവനെ കൊതിപ്പിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അമ്മാവന് കൊതിയും വരുന്നുണ്ട്. അല്ല, ഞാനെന്തിന് ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? അങ്കിളിനൊരു മീൻകറി അങ്ങ് വെച്ചു തന്നാൽ പോരെ എന്ന് നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന്. എനിക്കേ ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്കിൾ ഇപ്പോൾ കണ്ടോ, ഒരു മാജിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു. എന്റെ ദൈവമേ, ആകെ വിശപ്പ് കൂടിയല്ലോ എന്നിങ്ങനെ അമ്മാവൻ പറയുന്നു. ഇതേ സമയം സുജാതയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു ഹരി. എന്നിട്ട് കൊണ്ടുവന്ന ഭക്ഷണം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് പറയുന്നു, ആന്റി ഇതൊന്ന് കഴിച്ചു നോക്ക്, ഏതെങ്കിലും കറിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആന്റി എന്നോട് പറ എന്ന് പറയുന്നു. മോനെ ഹരി എന്നൊക്കെ പറഞ്ഞ് പതറുകയാണ് സുജാത. ഇതിൽ ഇനി എന്നോട് ഒന്നും പറയണ്ട ആന്റി, ഇത് കഴിച്ചേ പറ്റൂ, വേറെ ഒന്നും അല്ലല്ലോ, കുറച്ച് ഭക്ഷണമല്ലേ, ആന്റി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയുന്നു ഹരി പറയുന്നു. എന്നിട്ട് ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പുകയും ചെയ്യുന്നുണ്ട്. വാ കഴിക്കെന്ന് ഹരി പറയുന്നു. ഈ സമയം നിത്യയാണെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലും. ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ അടുക്കളയിലേക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്. നിത്യയാണെങ്കിൽ കറി വെക്കാൻ തുടങ്ങി. വിശപ്പ് കൊണ്ട് അമ്മാവനാണെങ്കിൽ ആ ടേബിളിന്റെ മുകളിൽ ഇട്ട് കൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം സുജാതയ്ക്ക് വെള്ളവും എടുത്ത് കൊണ്ടുവന്നിട്ട് ഹരി ചോദിക്കുന്നു, ആന്റി എന്താ ഒന്നും കഴിക്കാത്തത് എന്ന്. തുടർന്ന് ഇപ്പോൾ നിത്യ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. മീൻകറി ചട്ടിയോടെ എടുത്തുകൊണ്ട് വന്ന് അങ്കിളിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. അമ്മാവൻ നിത്യ പോയ സമയം അതൊന്ന് മണത്തു നോക്കുന്നുണ്ട്. ചോറെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് അതൊന്ന് കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട് നിത്യ. ഹരി ഇതേ സമയം സുജാതയുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം എടുത്തിട്ട് പറയുന്നു, ആന്റി ഈ തോരനൊന്ന് കഴിച്ചു നോക്കിക്കേ. എനിക്ക് അവിടെ അമ്മാവൻ എന്റെ അച്ഛനെ പോലെയാണെങ്കിൽ ആന്റി എനിക്ക് അമ്മയെ പോലെയാണ്. അമ്മയ്ക്ക് മക്കൾ വാരിത്തരുന്നതിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരി വാരി കൊടുക്കാൻ ഒരുങ്ങുന്നു. എന്നിട്ട് പറയുന്നു, ഞാനാണെങ്കിൽ എന്റെ അമ്മയെ നേരെ ചൊവ്വയെ കണ്ടിട്ട് പോലുമില്ല. ആന്റിയെ പോലുള്ളവരെ കാണുമ്പോഴാണ് ഒരു സമാധാനം. ഇത് കേൾക്കുമ്പോൾ തന്നെ സുജാതയുടെ കണ്ണ് നിറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എന്റെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയായി എനിക്ക് തോന്നുന്നത്. ഇതേ സമയം താഴെ നിത്യയെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് അമ്മാവൻ. ഇതെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? വാരി കഴിക്കാൻ മടിയാണോ എന്ന് നിത്യ ചോദിക്കുന്നു. എന്റെ അച്ഛൻ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു സൂത്രമുണ്ട് എന്ന് പറഞ്ഞ് മീൻകറിയും ഒഴിച്ച് അമ്മാവന് വാരി കൊടുക്കുന്നുണ്ട്. ഈ സമയം ഹരി സുജാതയുടെ മുന്നിലേക്കും ഭക്ഷണം വാരി കൊടുക്കാൻ നീട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അമ്മാവൻ പറയുന്നു, മോളെ ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അവൻ ഭക്ഷണത്തിന് കേമത്വം പറഞ്ഞ് എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, ഞാൻ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുമെന്നും പറയുന്നു. ഈ കറി ഒന്ന് എടുത്ത് നാവിൽ വെച്ചാലുണ്ടല്ലോ, അവൻ നാണിച്ചു പോകുമെന്നും പറയുന്നു. ഇതിന്റെ പേരിൽ ഇനി രണ്ടുപേരും കൂടി തർക്കിക്കാനൊന്നും നിൽക്കണ്ട എന്ന് നിത്യവും പറയുന്നു. താഴെയാണെങ്കിൽ ഹരിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി സുജാത തന്നെ ഭക്ഷണം കഴിക്കുന്നു. അമ്മാവന്റെ കുറുമ്പ് തന്നെയാണ് എല്ലാത്തിനും. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് സുജാത പറയുന്നു. ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും എനിക്കിപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയേനെ. മോൻ ഇപ്പോൾ പറഞ്ഞല്ലോ അമ്മയുടെ കാര്യമൊക്കെ എന്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുമെന്ന്. അത് വലിയൊരു കാര്യം തന്നെയാണ്. മക്കൾ വാരി തന്നാൽ അമ്മമാരുടെ മനസ്സ് നിറയും. ഇതേ സമയം അമ്മാവൻ നിത്യയോട് പറയുന്നു, മോളെ അങ്കിളിന് വല്ലപ്പോഴും മോള് കറിയൊക്കെ വെച്ച് തരണം കേട്ടോ. എന്നിട്ട് എനിക്ക് വിളമ്പി തന്നിട്ട് മോള് കൂടെ ഇരിക്കണം. എന്റെ മകളിൽ നിന്ന് കിട്ടാതെ പോയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെ എന്ന് അമ്മാവൻ പറയുന്നു. മോളെ ചിലരെ ദൈവം നമ്മുടെ അടുത്ത് എത്തിക്കും. നിനക്കറിയില്ല മോളെ, അങ്കിളിന് ശരിക്കും മനസ്സിൽ തട്ടിയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണം നിർബന്ധിച്ചു കൊടുക്കുകയാണ് നിത്യ. ഹരിയെ നോക്കിയിട്ട് സുജാത പറയുന്നു, നിത്യയുടെ ജീവിതത്തിലേക്ക് ഇവൻ തന്നെയാണ് വരേണ്ടത്. ഹരി തന്നെയാണ് എന്റെ മോൾക്ക് വേണ്ടത്. അമ്മാവനും നിത്യയുടെ മുഖത്ത് നോക്കി മനസ്സിൽ വിചാരിക്കുന്നു. ഹരിക്ക് ഏറ്റവും വിധിച്ച പെണ്ണ് ഇതാണ്. ഹരിക്ക് ചേരുന്ന ഒരേ ഒരു പെണ്ണുള്ളൂ, അത് പത്മയാണ്. തുടർന്ന് ഇപ്പോൾ മുകളിലേക്ക് സുജാതയ്ക്ക് ഭക്ഷണം കൊടുത്ത പ്ലേറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഹരിയുടെ മുറ്റത്ത് നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് നിത്യ. രണ്ടുപേരും പരസ്പരം കാണുന്നു. അമ്മ കഴിച്ചു എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, അമ്മാവനും കഴിച്ചു എന്ന്. ഈ പരീക്ഷയ്ക്ക് ഹരിക്ക് മാർക്കിട്ടാൽ ഡിസ്റ്റിങ്ഷൻ ആണ് കിട്ടുന്നതെന്നും നിത്യ പറയുന്നു. അമ്മാവന്റെ തീരുമാനത്തെക്കാൾ അത് മാറ്റിയെടുത്ത പത്മ ടീച്ചറിന് ഡിസ്റ്റിങ്ഷൻ അല്ല, റാങ്ക് ആണ് എന്റെ മാർക്ക് എന്ന്
ഹരിയും. രണ്ടുപേരും പരസ്പരം താങ്ക്സ് പറയുന്നു. എന്തായാലും എനിക്ക് സന്തോഷമായി. കുറെ തമ്മി തല്ലി ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ എന്ന് നിത്യ. ഈ ഒഴുകുന്ന പുഴയുടെ താഴെ കിടക്കുന്ന കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാദ്യം കൂർത്ത കല്ലുകളായിരിക്കും. പിന്നെ ഒഴുക്കിന്റെ ശക്തി കൂടുമ്പോൾ പതുക്കെ പതുക്കെ മരവിക്കും. പിന്നെ മിനുസപ്പെടും. അതുപോലെയാണ് നമ്മുടെ റിലേഷനും. ആദ്യം കൂർത്ത കല്ല് പോലെ, ഇപ്പോ ദാ പരുവപ്പെട്ട് ഇത്രയും മിനുസത്തിൽ എന്ന് ഹരി. കൊള്ളാലോ, കവിയുടെ ഭാവനയൊക്കെ മനസ്സിലുണ്ടോ എന്ന് ഹരിയോട് നിത്യ ചോദിക്കുന്നു. കുറച്ചൊക്കെ സാഹിത്യം മനുഷ്യനിൽ ഉണ്ടാകും, പിന്നെ അതിൽ നല്ലൊരു അന്തരീക്ഷം വേണമെന്ന് ഹരി. എനിവേ, ഇനി നമുക്കൊരു നല്ല ഫ്രണ്ട്സ് ആവാമെന്ന് നിത്യ പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.